ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ബേസ് ഓഫ് ഇക്വേഷൻ എന്നുള്ളതിൽ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നത്. 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും 110 രൂപയാണ്. 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും 170 രൂപയാണ്. ഒരു പേനയ്ക്ക് എത്ര രൂപയാണ്, ഒരു നോട്ട്ബുക്കിന് എത്ര രൂപയാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആദ്യം തന്നെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. ഇവിടെ 2 പേന അതുപോലെ 3 നോട്ട്ബുക്ക് 110 രൂപ. സെയിം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും 170 രൂപയാണ്. അപ്പോൾ പേനയുണ്ട്, നോട്ട്ബുക്കുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കോസ്റ്റ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പേനയ്ക്ക് എക്സ് എന്ന് കൊടുക്കുന്നു. അതുപോലെ നോട്ട്ബുക്കിന് y എന്ന് കൊടുക്കുന്നു. ഓക്കെ, പേനയ്ക്ക് എക്സും നോട്ട്ബുക്കിന് y. അപ്പോൾ 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും 110 രൂപ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 2 പേനയ്ക്ക് 2x എന്ന് എഴുതാം, പ്ലസ് നോട്ട്ബുക്കിന് y ആണ്. അപ്പോൾ 3 നോട്ട്ബുക്കിന് 3y എന്ന് എഴുതാം. 3y ഈസ് ഈക്വൽ 170 രൂപയാണ്. 110 രൂപയാണ്. 110 രൂപയാണ്. ഇനി അടുത്തത് എന്താ കൊടുത്തിട്ടുള്ളത്? 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും നോക്കാം. നോക്കൂ, 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും 2 പേനയെ 2x എന്ന് തന്നെ എഴുതാം. നോട്ട്ബുക്കിന് y ആണ്, പക്ഷേ 3 നോട്ട്ബുക്കല്ല, 5 നോട്ട്ബുക്കാണ്. നമ്മൾ 5y ഈസ് ഈക്വൽ 170 രൂപ. അപ്പോൾ ഇതുവരേക്കും നമ്മൾ ഒരൊറ്റ ഇക്വേഷനിന് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പോൾ എക്സും വൈ ഉണ്ട്, അതുപോലെ ഒരു ഇക്വേഷൻ ഇല്ല, നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഒരു ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ൻ്റെയും, ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ടേമിന്, എക്സിൻ്റെ ടേമിനെയോ വൈയുടെ ടേമിനെയോ 0 ആക്കി മാറ്റണം. അപ്പോൾ സെയിം ആയിട്ട് വന്നത് ആരാ നോക്കാം. 2xും 2xും സെയിം ആണ്, 3yയും 5y ആണ്. അപ്പോൾ അവർ സെയിം അല്ല. 110 170 ആണ്, അവിടെയും സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഇക്വേഷനിലാണ് 5y 170 വലിയ നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ മൈനസ് ചെയ്യാം? നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ 2x പ്ലസ് രണ്ടാമത്തെ ഇക്വേഷനാണ് ഫസ്റ്റ് എഴുതുന്നത്, 5y ഈക്വൽ ടു 170 എന്ന് എഴുതി, മൈനസ് ഒന്നാമത്തെ ഇക്വേഷൻ 2x പ്ലസ് 3y ഈക്വൽ 110. ഇനി നമുക്ക് നോക്കാം. 170ൽ നിന്നും 110 മൈനസ് ചെയ്താൽ 60 എന്ന് കിട്ടും. ഇനിയോ 5yയിൽ നിന്നും 3y മൈനസ് ചെയ്താൽ 2y എന്ന് കിട്ടും. 2x എന്ന് 2x മൈനസ് ആയാൽ 0 എന്ന് കിട്ടും. അപ്പോൾ 2y ഈസ് ഈക്വൽ 60 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താണ്? y ഈസ് ഈക്വൽ 2 ഇൻറ്റു y ആണ്, മനസ്സിലാക്കണം. അപ്പോൾ ഇൻറ്റു ഈക്വൽ സൈൻ്റെ അപ്പുറം പോകുമ്പോൾ അത് ഡിവിഷൻ ആവും, ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ 30 എന്ന് വരും. ഇപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 30 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂവിനെ നമ്മൾ എന്താക്കാൻ പോവുകയാണ്? ഏതെങ്കിലും ഒരു ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് റേസ് ചെയ്യട്ടെ. 2x പ്ലസ് 3y ഈക്വൽ 110 എന്നാണല്ലോ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ വൈയുടെ വാല്യൂ കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കാം? 2x പ്ലസ് 3y എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു y ആണ്, ദാറ്റ് ഈസ് 3 ഇൻറ്റു വൈയുടെ വാല്യൂ 30 ഈസ് ഈക്വൽ 110. അപ്പോൾ നമുക്ക് എന്താക്കാം? 2x പ്ലസ് 3 ഇൻറ്റു 30. ഇതിന് ആദ്യം ചെയ്യണം ഇൻറ്റുവിനെയാണ്, ബോഡ്മാസ് റൂൾ അനുസരിച്ചിട്ട് ഇൻറ്റുവിനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. 3 ഇൻറ്റു 3 9 എന്ന് വരും. 90 ഈസ് ഈക്വൽ 110 എന്ന് വരും. ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എക്സ് വരുന്ന ടേമിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഒരുപോലെ നമ്പേഴ്സിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ 90 ഒരു നമ്പറാണ്, 110 ഒരു നമ്പറാണ്. അപ്പോൾ 90യെ കൂടെ എക്സോ വൈയോ ഇല്ല. അപ്പോൾ എന്താക്കുക? അതിനെ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ 90യുടെ സൈന് പ്ലസ് ആയതുകൊണ്ട് ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്തായിട്ട് മാറും? 2x ഈക്വൽ ഈ 90യാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, 110 മൈനസ് ആയിട്ട് മാറും, മൈനസ് 90 എന്നാവും. അതായത് 2x ഈക്വൽ ബാക്കി എത്ര വരും?
20 വരും. 90ഉം 110. 110 പോയാൽ 20 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ കൂടെയുള്ള ഈ 2 കൂടെ അങ്ങോട്ട് കൊണ്ടുപോവുക. 2 ഇൻറ്റു എക്സ് ആണ് 20. അപ്പോൾ എക്സ് കിട്ടാൻ 20 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 30 എന്നായിരുന്നു. എക്സിൻ്റെ വാല്യൂ 10. അതായത് പേനയ്ക്ക് 10 രൂപ. പേനയ്ക്ക് 10 രൂപ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേനയാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നോട്ട്ബുക്കിനാണ് നമ്മൾ വൈ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് 30 എന്ന് കിട്ടി. അപ്പോൾ നോട്ട്ബുക്കിന് 30 രൂപ. ഓക്കെ, നോക്കാം നമുക്ക്. 2 ഇൻറ്റു 10 20 പ്ലസ് 3 ഇൻറ്റു 10 90. 90ഉം 20ഉം കൂട്ടിയാൽ എത്ര? 100. 110. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷന് ശരിയാവുമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ പൈസസ് ഇക്വേഷനിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ടേമിനെ 0 ആക്കിയിട്ട് മറ്റൊരാളെ കണ്ടെത്തിയാൽ മതി. ഓക്കെ, താങ്ക് യു.